നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CNC ഒരു പ്രോഗ്രാമർ ആവുക എന്ന് പറയുന്ന എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ആ ഒരു വലിയൊരു ആഗ്രഹത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് നമ്മൾ ഓരോ വീഡിയോയിലൂടെയും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഒരു വർക്ക് നമ്മൾ ആദ്യമായി എങ്ങനെ ഡിസൈൻ ചെയ്ത് ആ ഒരു വർക്ക് നമുക്ക് മെഷീനിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ ആദ്യം മുതൽ ഡിസൈനിങ് മുതലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പൊ നമ്മൾ ചെയ്ത കമ്പോണന്റിലേക്ക് ഒന്ന് പോവാം. ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ്. അലുമിനിയത്തിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു കപ്പ് കേക്കിന്റെ ഡൈ ആണ്. ഇതിൽ നമ്മൾ 6 കപ്പ് കേക്കിൻ്റെ മോൾഡുകളാണ് ചെയ്തിരിക്കുന്നത്. 6 പോക്കറ്റ്സ് ആണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 280 mm ലെങ്ത്, 55 mm വീതിയും 22 mm തിക്നെസ്സുമുള്ള ഒരു അലുമിനിയം പീസാണ്. ഇതിൽ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നിങ്ങൾക്ക് മുകളിൽ കാണാം. ഇതിൻ്റെ ഷേപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് 35-ൻ്റെ സ്ക്വയർ ആണ്. താഴേക്ക് വരുമ്പോൾ ബോട്ടം സൈഡ് 33-യുടെ സ്ക്വയർ ആയിട്ട് വരും. ഇതൊരു ടേപ്പർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡിസൈൻ ചെയ്തത് സർഫസ് മോഡലിംഗ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ മാസ്റ്റർ ക്യാമ്പിൽ നമ്മൾ സർഫസ് മോഡൽ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ലെങ്തും കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അതിന് ഞാനൊരു 10 mm ലെങ്ത് വരച്ചു. അവിടെ നിന്നൊരു 35 mm ലെങ്താണ് നമ്മളുടെ കപ്പ് കേക്കിൻ്റെത് വരുന്നത്. അതിന് ഞാൻ എൻ്റെ പകുതി എടുത്തിട്ട് ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് 35 എന്ന് കൊടുത്ത് ആ റെക്റ്റാങ്കിൾ ഞാനവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ അകത്തുള്ള ആ അടുത്ത പോക്കറ്റ് നമ്മൾ വരയ്ക്കുകയാണ്. താഴെ ബോട്ടം സൈഡിലേക്ക് പോകാനുള്ള സ്ക്വയർ നമ്മൾ വരച്ചു. ഈ സ്ക്വയറിൽ 33 എന്നുള്ള ഡയമെൻഷനും നമ്മൾ കൊടുത്തു. അപ്പം ഇതൊരു 35-ൻ്റെ സ്ക്വയറും 33-ൻ്റെ സ്ക്വയറും വരച്ചു. ഇനി നമുക്ക് 6 പോക്കറ്റ്സ് ആണ് വേണ്ടത്. അത് ഞാനിവിടെ റെക്റ്റാങ്കുലർ അറേ സെലക്ട് ചെയ്യുകയാണ്. ഈ 4 അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 35-ൻ്റെയും 33-ൻ്റെയും സ്ക്വയർ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം അറേ നമുക്ക് ലെഫ്റ്റിലേക്ക് മാത്രം മതി. അതുകൊണ്ട് മുകളിലേക്കുള്ള നമ്മൾ ഓഫ് ചെയ്തിട്ട് ലെങ്ത് നമ്മൾ വരച്ചു. 45 mm ഡിസ്റ്റൻസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം സെൻറ്റർ ടു സെൻറ്റർ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ ആ ബൗണ്ടറി തമ്മിൽ 10 mm ഗ്യാപ്പാണ് വരിക. ഇത് വരച്ച് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് താഴേക്ക് ആ നടുക്കത്തെ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ആ സ്ക്വയർ നമ്മൾ താഴേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ താഴെയാണ് ഈ 35-ൻ്റെ സ്ക്വയറിൻ്റെ താഴെയാണ് 33-യുടെ സ്ക്വയർ വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്യാൻ പോകണം. ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ Z ആക്സിസിൽ -12 mm, നമ്മുടെ കപ്പ് കേക്കിൻ്റെ ബോട്ടം വരുന്നത് 12 mm-ലാണ്. അതുകൊണ്ട് ഞാൻ -12 mm കൊടുത്ത് ടിക്ക് ചെയ്തു. നമ്മൾ മൂവ് കൊടുക്കുകയാണ്. നമുക്കവിടെ മേളിൽ കോപ്പി കൊടുക്കേണ്ടാത്ത കാരണം മൂവ് കൊടുത്ത് താഴേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിതിൻ്റെ ബൗണ്ടറി വരയ്ക്കണം, അല്ലെങ്കിൽ കണ്ടെയ്ൻമെൻറ്റ് വരയ്ക്കണം. അതിന് ഞാനിവിടെ നമുക്ക് ഈ കോർണറിലായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 55 ആണ്. അതിൻ്റെ പകുതി എടുത്ത് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. അതിൻ്റെ ലൈൻ വരച്ചു. ആ പോയിന്റിൽ കുത്തിക്കൊണ്ട് നമ്മൾ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ആ പോയിന്റിൽ പൊസിഷൻ ചെയ്ത് ആ ആങ്കർ ടു സെൻറ്റർ ഓഫ് ചെയ്ത് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ 280 mm ലെങ്തും 55 mm വീതിയും അതിൽ നമ്മൾ കൊടുത്തു, എൻ്റർ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഒരു സൈസ് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന റെക്റ്റാങ്കിളിനെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന 280-ഉം 55 mm ലെങ്തിനെ നമുക്ക് താഴേക്ക് 22 mm അതിൻ്റെ ഹൈറ്റ് പിടിക്കണം. അതായത് തിക്നെസ് നമുക്ക് പിടിക്കാൻ വേണ്ടി അത് സെലക്ട് ചെയ്ത് നമ്മൾ അതും ട്രാൻസ്ലേറ്റ് കൊടുക്കുകയാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇത് ആദ്യം കൊടുത്തത് ട്രാൻസ്ലേറ്റ് മൂവ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ മൂവ് ഓപ്ഷൻ സെലക്ട് ആയി കിടക്കുകയാണ്. അത് കോപ്പിയാക്കി മാറ്റി കൊടുക്കണം. അത് കോപ്പി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും, അത് മൂവ് ചെയ്ത് താഴേക്ക് പോകും. ഇതേപോലെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നുകൂടെ റീസെലക്ട് ചെയ്ത് ട്രാൻസ്ലേറ്റ് കൊടുക്കുകയാണ്. ട്രാൻസ്ലേറ്റ് മൂവ് മാറ്റി കോപ്പിയാക്കി അവിടെ നിന്ന് ഞാൻ 22 mm സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് എന്തായി, അതിൻ്റെ ട്രാൻസ്ലേറ്റ് ആയിട്ടുള്ള ഇമേജ് താഴെ ലൈൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ നമ്മളിനി സർഫസ് മോഡലിംഗ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ടേപ്പറായിട്ടാണ് വരേണ്ടത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. മേളിലത്തെയും താഴത്തെയും സ്ക്വയറുകൾ നമ്മൾ സെലക്ട് ചെയ്തു. അതിൻ്റെ സ്ക്വയർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഡയറക്ഷൻ മാറിപ്പോവുകയാണെങ്കിൽ അത് തെറ്റായ രീതിയിൽ വിസിബിളായി വരും. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്താൽ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകും. അത് രണ്ട് പാർട്ടാണ്. അപ്പോൾ ആദ്യത്തേത് ചെയ്യുക,
സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്ക് കൊടുക്കുക. അപ്പോൾ അത് ഒരെണ്ണം ഒബ്ജക്റ്റ് റെഡിയായി. ഇനി പ്ലസ് കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തത് ഓരോന്നോരോന്നായിട്ട് 1 by 1 ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ ബോട്ടത്തിൽ ഫില്ല് ചെയ്യണം. അതിന് നമ്മൾ ഫ്ലാറ്റ് ബൗണ്ടറി സെലക്ട് ചെയ്ത് നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുത്തു. അതിന് ഡയറക്ഷൻ പ്രശ്നമില്ല, അത് ടിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ ഫ്ലാറ്റ് കിട്ടി. ഇനിയുള്ളതെല്ലാം ഫ്ലാറ്റ് സർഫസ് ആണ്. നമുക്കിതിൻ്റെ ബൗണ്ടറി ഫ്ലാറ്റ് സർഫസ് ചെയ്യണം. അതിന് ഞാൻ ആ ബൗണ്ടറി സെലക്ട് ചെയ്യുകയാണ്. ബൗണ്ടറി സെലക്ട് ചെയ്തതിന് ശേഷം ഓരോ റെക്റ്റാങ്കിളിൻ്റെ ടോപ്പും നമ്മൾ സെലക്ട് ചെയ്തു. അതിന് പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം കൊടുക്കാവുള്ളൂ, കാരണം ഇത് രണ്ടും രണ്ട് ഒബ്ജക്റ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലസ് കൊടുക്കുക. അതിനുശേഷം ഓരോ റെക്റ്റാങ്കിളും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കൊടുത്ത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ കപ്പ് കേക്കിൻ്റെ ആ ഉൾഭാഗം അവിടെ നിന്ന് വരാതെ ബാക്കിയുള്ളതെല്ലാം ഫില്ലായി. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടത് താഴത്തെ ബൗണ്ടറിയും കൂടെ നമുക്ക് താഴത്തെ ഫ്ലാറ്റ് സർഫസും കൂടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ നമ്മൾ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇത് താഴേക്ക് നേരെ അടുത്തതിൻ്റെ വാൾ തിക്നെസ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വാൾ വരാൻ വേണ്ടി നമ്മൾ ഡ്രാഫ്റ്റ് ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മൾക്ക് എത്ര ആണോ താഴേക്ക് കൊണ്ട് 22 എന്നുള്ളത് സെലക്ട് ചെയ്ത് നമ്മൾ താഴേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ താഴേക്കുള്ളതും നമുക്ക് ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈനിങ്ങിനുള്ള ഏകദേശം പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഡിസൈനിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ സെൻറ്ററിലേക്ക് നമ്മൾ ഓഫ്സെറ്റ് എടുക്കുന്നത്, മെഷീനിൽ ഓഫ്സെറ്റ് എടുക്കുന്നത് വർക്കിൻ്റെ സെൻറ്റർ ആണെങ്കിൽ നമുക്കത് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് ഇവിടെയും ഈ സെൻറ്റർ ഒറിജിനിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കണം. അതിന് നമ്മൾ നടുക്കൂടി ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫോമിൽ മൂവ് ടു ഒറിജിൻ എന്നുള്ള ഇതെടുത്ത് നമുക്ക് ഈ ലൈനിൻ്റെ സെൻറ്റർ കിട്ടും. ആ സെൻറ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് സെൻറ്ററിലേക്ക് വരും. ഇപ്പോൾ നമ്മൾ മെഷീനിലേക്ക് എടുക്കുന്നത് ഇനി ഓഫ്സെറ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? സെൻറ്ററിലായിരിക്കണം. വർക്കിന് സെൻറ്ററായിട്ട് വേണം ഓഫ്സെറ്റ് കണ്ടുപിടിക്കാൻ. എങ്കിലേ ഉള്ളൂ ഈ പ്രോഗ്രാം റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് അവിടെ നോർമൽ കേസിൽ നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കുന്നതാണ് ഇത്തിരി കൂടി സിമ്പിളായിട്ടുള്ളൊരു ഇത് എനിക്ക് തോന്നിയിരിക്കുന്ന ഓഫ്സെറ്റ്. അതുകൊണ്ട് തന്നെ ഞാനിത് ഓഫ്സെറ്റ് സെൻറ്ററിലേക്ക് ആക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളുടെ ഡിസൈനിങ് കഴിഞ്ഞു. നമ്മൾ ഈ പ്രോഗ്രാമിങ്ങിലേക്ക് പോവുകയാണ്. അതിന് നമ്മൾ മെഷീൻ സെലക്ട് ചെയ്യണം. മില്ലിംഗ് മെഷീൻ സെലക്ട് ചെയ്ത് ഡീഫോൾട്ട് കൊടുക്കുകയാണ്. ഡീഫോൾട്ട് 3 ആക്സിസ് മില്ലിംഗ് മെഷീൻ ആയിരിക്കും. അതിൽ നമുക്ക് സ്റ്റോക്ക് ആദ്യം സെറ്റ് ചെയ്യണം. സ്റ്റോക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾ എൻറ്റിറ്റീസ് സെലക്ട് ചെയ്യുക. അതിൽ യെസ് എന്ന ഓപ്ഷൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സൈസ് പിക്ക് ചെയ്യും. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ടൂൾ പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് പാരാമീറ്റർ കാര്യങ്ങളിലേക്ക് പോകണം. ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ ടൂൾ പാത്തിൻ്റെ ഇവിടെയുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് മില്ല് ടൂൾ പാത്ത് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സർഫസ് ഹൈ സ്പീഡ് ഏരിയ റഫിംഗ് എന്നുള്ളത് ഞാൻ പിക്ക് ചെയ്തെടുത്തു. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ ടൂൾ പാത്ത് ടൈപ്പ് ഓൾറെഡി അവിടെ എടുത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മളിവിടെ സ്റ്റോക്ക് കൊടുക്കുക. സ്റ്റോക്ക് ഞാൻ 0.1 ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ ടൂൾ പാത്ത് കൺട്രോൾ നമ്മൾ അതിൻ്റെ ബൗണ്ടറി സെലക്ട് ചെയ്ത് കൊടുക്കുക. ടൂൾ പോകേണ്ട, പുറത്തേക്ക് പോകരുത്. നമ്മൾ ബൗണ്ടറി സെലക്ട് ചെയ്ത് കൊടുത്തു. അടുത്തത് ടൂളാണ്. നമ്മളിവിടെ 10ൻ്റെ എൻഡുമിലാണ് യൂസ് ചെയ്യുന്നത് റഫിങ് അടിക്കാൻ. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഫീഡ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മൾ ഫീഡ് കൊടുക്കുന്നത് 1800 ഫീഡും 2400 സ്പിൻഡിൽ സ്പീഡുമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് പ്ലസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ കട്ട് പാരാമീറ്ററിൽ വരുന്നു. കട്ട് പാരാമീറ്ററിൽ നമുക്ക് ഡെപ്ത്ത് കൊടുക്കണം. ഡെപ്ത്ത് ഞാനിവിടെ ഒരു 0.2 കൊടുത്ത് അലുമിനിയം ആയതുകൊണ്ട്. നെക്സ്റ്റ് നമ്മൾ എൻട്രി ഏതാണ് വേണ്ടതെന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി അവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളത് ഓക്കെ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് ഓപ്പറേഷൻ മാനേജർ ഇത് ഓൾറെഡി മെഷീൻ ചെയ്തൊരു പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ ഈ വർക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പാരാമീറ്ററിലേക്ക് ഒന്നും കൂടി ഞാൻ പോവുകയാണ്. അതിൽ നമുക്കിവിടെ മോഡൽ ജോമെട്രി എന്ന് കിടപ്പുണ്ട്. മോഡൽ ജോമെട്രി അല്ലെങ്കിൽ ടൂൾ പാത്തിന് തൊട്ട് താഴെ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മൾ മെഷീനിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആരോ മാർക്ക് പിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ വർക്ക് സെലക്ട് ചെയ്ത് എൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ടിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് റീജനറേറ്റ് ചെയ്യുകയാണ്. റീജനറേറ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് സംഭവങ്ങളൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ നീല കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ മെഷീൻ ചെയ്ത് പോകേണ്ട ഏരിയ. ഇതിൽ ഈ ഹൈറ്റ് കൊണ്ട് ഈ മഞ്ഞ ലൈൻ ഇത് റിട്രാക്റ്റ് എമൗണ്ട് ആണ്. ഇത് ഇത്തിരി ഹൈറ്റ് കൂടുതലായിട്ടാണ്. നമ്മളൊന്ന് എഡിറ്റ് ചെയ്യാൻ പോകണം. പാരാമീറ്ററിൽ പോവുക. ലിങ്കിങ് പാരാമീറ്ററിൽ നമ്മൾ ക്ലിയറൻസ് വാല്യൂ 50 എന്നുള്ളത് മാറ്റി ഒരു 25 കൊടുക്കുക. നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് പൊങ്ങിയത് പോകേണ്ട ആവശ്യമില്ല. ഒന്നുകൂടെ റീജനറേറ്റ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കുറച്ചും കൂടെ താന്ന് കിട്ടിയിട്ടുണ്ട്.
ഇനി നമ്മൾ ഫിനിഷിംഗ് ആണ് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്. നമ്മളിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ മില്ല് ടൂൾ പാത്ത് എടുത്തു. അതിനകത്ത് സർഫസ് ഹൈ സ്പീഡിലെ ഫിനിഷാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സർഫസ് ഹൈ സ്പീഡ് ടൂൾ പാത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് വാട്ടർ ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൂൾ പാത്ത് ടൈപ്പിൽ നമ്മൾ ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഇനി നമ്മൾ മെഷീനിങ് ചെയ്യാനുള്ള ഏരിയയിൽ നമ്മൾ 0 എന്ന് പറഞ്ഞ് ഓപ്ഷൻ കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് വേണ്ട. അതിന് ശേഷം വർക്കൊന്ന് സെലക്ട് ചെയ്ത് എൻഡ് കൊടുത്തേക്കുക. ദെൻ അടുത്തത് നമ്മൾ നോക്കുന്നത് ടൂള് കൺട്രോൾ എന്നുള്ളൊരു ഓപ്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബൗണ്ടറി സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഡയ അല്ലെങ്കിൽ ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ടൂളിലേക്ക് വരുവാണ്. ഇത് ഫിനിഷിംഗ് ആയതുകൊണ്ട് നമ്മൾ ഫ്ലാറ്റ് എൻഡ് മിൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ബുൾഡോസ് കട്ടറുകളാണ് യൂസ് ചെയ്യുക. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സൈഡിൽ മാത്രമായിരിക്കും റേഡിയസ് വരിക. ഇവിടെ ഞാൻ 10-ൻ്റെ ബുൾഡോസ് എടുത്തു. ഇവിടെ 2 കോർണർ റേഡിയസ് വന്നിരിക്കുന്നത്. ഞാനത് 1.5 നമ്മളുടെ കയ്യിൽ ഇരിക്കുന്നത് 1.5 ആയതുകൊണ്ട് ഞാൻ 1.5 എഡിറ്റ് ചെയ്തു. ഓക്കെ കൊടുത്തു. ഇനി ഇതിൻ്റെ സ്പിൻഡിൽ സ്പീഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം. സ്പിൻഡിൽ സ്പീഡ് ഞാനിവിടെ കൊടുക്കുന്നത് ഫീഡ് റേറ്റ് ആണ് ആദ്യം കൊടുക്കുന്നത്. ഫീഡ് റേറ്റ് ഒരു 1400-ഉം സ്പിൻഡിൽ സ്പീഡ് ഒരു 3400-ഉമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ കട്ട് പാരാമീറ്ററിലേക്കാണ്. കട്ട് പാരാമീറ്ററിൽ ഡെപ്ത് കൊടുക്കണം. നമ്മൾ എത്ര വെച്ച് ഇറങ്ങുന്നുള്ളത് നമ്മളൊരു 0.08 വെച്ചിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 0.1 വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഒരു 0.1 വെച്ച് ഡെപ്ത് കൊടുക്കുന്ന രീതി നമ്മൾ അറേഞ്ച് ചെയ്തു. അതിന് നമ്മൾ റീജനറേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്കിൻ്റെ സിമുലേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇതിൽ റഫാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഫിനിഷിംഗ് ആണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ പ്രോഗ്രാമിങ്ങിൻ്റെ സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുക. ഓക്കെ, പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതിലിടുന്നില്ല. അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മെഷീനിലേക്ക് പോവുകയാണ്. മെഷീനിൽ ഇനി നമ്മൾ പ്രോഗ്രാം എടുത്ത് സൈക്കിൾ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. മെഷീൻ ഇപ്പോൾ റണ്ണിങ്ങിലാണ്. വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ടൂള് നേരെ മുകളിലേക്ക് പൊങ്ങി പോവുകയാണ്. ഇനി നമുക്ക് വർക്കൊന്ന് നോക്കാം, എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ വർക്ക് പീസിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഇനി നമ്മളിതിനകത്ത് ഡീബർ ചെയ്ത് കളയാനുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പതുക്കെ അത് ജസ്റ്റ് ഫയൽ ചെയ്തോ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വിളിച്ചോ നമ്മളത് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.